നമസ്കാരം. വിന്റർ ഹെവൻ്റെ പുതിയൊരു ന്യൂസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സർക്കാരിൻ്റെയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും ഒരു കൂട്ടം രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പീഡനത്തിലും ചതിയിലും പെട്ട ഒരു കുടുംബത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പണി തീരാത്ത വീട്. ഈ വീടിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. ഇത് സർക്കാർ 1-2 ഘട്ടം പൈസകൾ സാധാരണക്കാരും കോളനിയിൽ വസിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കും ദളിതർക്കും കൊടുക്കും. അടുത്ത ഘട്ടം നിയമം പറഞ്ഞ് മുടക്കും, നിയമം പറഞ്ഞ് ഒഴിവാക്കും. അപ്പോൾ ഇങ്ങനെ നിയമം പറഞ്ഞ് കുരുക്കി പാവപ്പെട്ടവരിട്ടിരിക്കുകയാണ്. അപ്പോൾ സാധുക്കൾക്ക് മാത്രമാണ് നിയമം ബാധകമായിട്ടുള്ളത്. മറ്റുള്ളവർക്കൊന്നും ഇതുവരെ നിയമം ബാധകമല്ല. എന്ത് വേണമെങ്കിലും കാണിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങളാണ്. അതിൻ്റെ ഇരയായ ഒരു കുടുംബത്തെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിൽ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലാണ്. ഇത് സർക്കാരിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു കുടുംബമാണ്. സർക്കാർ പ്രത്യേകം ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ പട്ടികയിലുള്ള വിഭാഗമായ പട്ടികജാതി വിഭാഗത്തിലെ ഒരു പാവപ്പെട്ട ഒരു വീട്ടമ്മ, അവിടെ കുഞ്ഞുങ്ങൾ, അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക. വീട് കാണാൻ വന്നതാണ്. നമ്മൾ ഈ വീട് എത്രയിൽ കിട്ടിയതാണ് എല്ലാം വിശദമായിട്ട് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ഈ വീടിൻ്റെ സ്ഥിതി കണ്ടു. ഒരു കട്ടളമട്ടം മാത്രമാണ് ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. വളരെ ദയനീയമായ അവസ്ഥയിലാണ്. അപ്പം ഇത് നിങ്ങളൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് പറയണം. നിങ്ങളുടെ പേര്? സിത്താര. ഈ നിങ്ങൾക്ക് എപ്പോഴാണ് ഈ വീട് കിട്ടിയത്? 2024. ലൈഫ് മിഷനിൽ കിട്ടിയ വീടാണ്. ആദ്യത്തെ ഒരു ഘട്ടം 40,000 രൂപ കിട്ടി. രണ്ടാമത് 1,60,000 രൂപ കിട്ടാനുള്ളതാണ്. അതിൽ 90 രൂപ കിട്ടിയുള്ളൂ. ബാക്കി എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതിനുള്ള വരുമാനമൊന്നും എനിക്കില്ല. അത് മാത്രമല്ല, എനിക്ക് കൂലിപ്പണിക്കൊന്നും ചെയ്യാനും അങ്ങനെ പറ്റത്തില്ല. എനിക്ക് ശാരീരിക അസ്വസ്ഥതയുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. വീട്ടിൽ പൈസ എന്തുകൊണ്ടാണ് കിട്ടാത്ത? അവർ പറഞ്ഞത് സൺഷൈഡ് വാർത്ത കാണിക്കണമെന്ന്. സൺഷൈഡ് വാർത്ത കാണിച്ചാലേ പറ്റും. പക്ഷേ ഈ സൺഷൈഡ് വാർത്ത കാണിക്കുന്നതിനൊന്നും കാര്യമില്ല. വീടിനകത്തേക്ക് നമുക്ക് കയറി കാണാം. വളരെ ദയനീയമാണ് കേട്ടോ. ഇവരെയൊക്കെ വളരെ അവസ്ഥ ദയനീയമാണ്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് വൈകിട്ടൊരു സമയത്താണ്. ഈ സമയത്ത് പോലും ഞങ്ങളിവിടെ വന്നത് ഇവരുടെ വിഷമം അത്രമേൽ ഉണ്ടെന്ന് ഇവിടെ നിന്ന് അറിയിച്ചിട്ടാണ്. അപ്പം അവർക്ക് അത്രതായ സങ്കടങ്ങളുണ്ട്. സർക്കാർ ഓരോരോ ആവശ്യങ്ങളും മുടന്ന ന്യായങ്ങളും പറഞ്ഞ് ഒഴിവാക്കുന്നത്. ഇത് പട്ടികജാതിക്കാരുടെ ഫണ്ടുകൾ കിട്ടാത്ത ഒരു കാലഘട്ടം മുമ്പ് എങ്ങും ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാം കേരളത്തിലെ ഒട്ടുമിക്ക പട്ടികജാതി വീടുകളും ഇതുപോലെ പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാവാത്ത വീട് കിടക്കുകയാണ് എല്ലാ വീടുകളും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സർക്കാരിൽ സഫീഷ്യൻ്റായിട്ട് ഫണ്ടില്ല എന്നുള്ളതാണ്. അത് SC STക്ക് വകുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നില്ല, ഫണ്ടില്ല. ഇപ്പം തന്നെ എങ്ങനെ പട്ടികജാതി കുട്ടികളുടെ സ്കോളർഷിപ്പ് പോലും കറക്റ്റാണ് കിട്ടുന്നില്ല. അതെങ്ങനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഈ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ആ നിലയിലേക്കാണ് പോണത്. ആരോരും ഇല്ലാത്തവരാണ്. അപ്പം അവരെയൊക്കെ സഹായിച്ചേ പറ്റൂ, എല്ലാവരും സഹായിച്ചേ പറ്റൂ. അപ്പോൾ അതിന് വേറെ ആരുമല്ല, വ്യക്തികളുടെ സഹായം, നിങ്ങളുടെയൊക്കെ സഹായം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക. എന്തായാലും അങ്ങനെ കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത് കാണുന്ന അധികാരികളുടെ ശ്രദ്ധയിൽ പെട്ടാൽ ഇവർക്ക് ബാക്കി കാശോടെ കിട്ടും. അവരെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാത്തതാണ്. പൊടി കുഞ്ഞുങ്ങളെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പം അവരെല്ലാം ഇവിടെ ഉണ്ട്. ഇവർ കിടക്കുന്ന വീടും ഒക്കെ നമുക്ക് നേരിൽ കാണാം. വീട്ടിനകത്തേക്ക് ഒന്ന് പോയി കാണാം അതിനു മുമ്പ്. അപ്പം വീട്ടിൽ ഇപ്പം എന്താ നിലവിൽ ജോലിയുള്ള? തൊഴിലിൻ്റെ ഉറപ്പുണ്ടോ? പോകണുണ്ടോ? ഓ, ഈ വീട് കിട്ടിയോണ്ട് തൊഴിലുറപ്പിന് പോകാൻ പറ്റൂലേ? ഈ വീടുള്ളവർക്ക് തൊഴിലുറപ്പിന് പോകാൻ പറ്റത്തില്ലല്ലോ. ഓ, അങ്ങനെ ഒരു നിയമമുണ്ട്. ഈ വീട് ഈ കണ്ടീഷനിൽ കിടക്കുന്ന വീട് കിട്ടിയത് കൊണ്ട് തൊഴിലുറപ്പിന് പോകാൻ പാടില്ല. നോക്കിക്കൊള്ളണം. അത് ആരുടെ മണ്ടയ്ക്കെന്നറിയോ ഈ നിയമം? പട്ടികജാതിക്കാർക്ക്. പിന്നെ പറഞ്ഞേ. അതുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കുനിഞ്ഞു നൂറിന് എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്. തൈറോയിഡ് ഉണ്ട്. പിന്നെ ഈ കഴുത്തിന് ഞരമ്പിനൊരു പ്രശ്നം, എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് ഞരമ്പിന്റെ കുഴപ്പമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്ന് വെച്ചാൽ തലയിൽ വെയിറ്റ് എടുക്കുകയോ കൈക്ക് വെയിറ്റ് തൂക്കിയെടുക്കുകയോ ചെയ്ത് കഴുത്തിന്റെ പുറകിൽ നീര്. അസുഖങ്ങൾ എന്തെങ്കിലും എന്താണ് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് കിഡ്നിക്ക് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ കരൾ വീക്കത്തിന്റെ ആരംഭമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് നമ്മൾ കുറച്ചുനാൾ മരുന്നൊക്കെ കഴിച്ച്. അപ്പൊ ഈ കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത്? അത് പറയണം. മോള് ഹോസ്റ്റലിലായത് ഈ വീടിന്റെ കണ്ടീഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ടാണോ? പിന്നെ എന്നെ കൊണ്ട് ഫീസൊന്നും കൊടുക്കുന്ന ട്യൂഷൻ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ
ഇതിനൊന്നും നമ്മുടെ സാഹചര്യമൊക്കെ കണ്ടില്ല, അതുകൊണ്ടൊന്നും പറ്റത്തില്ല. പിന്നെ മോൻ എൻ്റെ കൂടെയാണ്. ആ കുഞ്ഞിനെ മോളെ കൂടെ നിർത്തണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഒരു അമ്മയാണ് കേട്ടോ. ഈ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മമാരുണ്ട്. അമ്മയുണ്ട്, എനിക്ക് അമ്മയുണ്ട്. അമ്മയുടെ ഒപ്പം നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കും. എൻ്റെ അമ്മ എന്നോടൊപ്പം നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ. അപ്പോൾ അതുപോലെ വയസ്സാം കാലമാണ് നമ്മൾ നോക്കണം. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് മകളെ കൂടെ നിർത്തണമെന്നുണ്ട്. ആ കുട്ടിക്ക് അമ്മ ഇപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അനിയത്തിയുടെ പറമ്പിലാണ് ഷെഡ് വെച്ച് കഴിയുന്നത്. നമ്മുടെ പറമ്പിലല്ല, പൊളിച്ച് മാറ്റാൻ പറയുകയാണെങ്കിൽ നമ്മൾ പൊളിച്ച് മാറ്റിയേ പറ്റുള്ളൂ. ഓ, പ്ലാസ്റ്റിക് കവറിലാണ് അല്ലേ? പ്ലാസ്റ്റിക് കവർ മറിച്ചിട്ടാണ് ഇവർ കിടക്കുന്നത്. ആ വീട് നിങ്ങൾ കാണിക്കാം. അവസ്ഥ അല്ലേ, മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതാണ് വീടിൻ്റെ അവസ്ഥ. കാട് കയറിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നോക്കിയേ, എന്ത് ദയനീയമാണെന്ന് നോക്കിയേ. ഒരു പിന്നോക്ക വിഭാഗത്തിലെ ഒരു വീടാണ്. ഒന്ന് നോക്കിയേ, പാവങ്ങളുടെ വീടാണ്. ഇത് ദൈവം കണ്ടു കാണില്ലെന്ന് തോന്നുന്നു. കാരണം ദൈവം കണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടായേനെ. ഇതാണ് ആ വീടിൻ്റെ അവസ്ഥ. ഇവർക്കൊരു വീട് കിട്ടിയെങ്കിൽ ഒരു പെൺകുട്ടിയും ഒരു പൊടി കുഞ്ഞുള്ളൊരു വീട്ടിലെ വീട്ടമ്മയാണ്. അവർക്ക് കയറി കിടക്കാടുവായനെ, എന്തെങ്കിലും ഒരു സഹായമായനെ. ഇത് കാണുന്ന അധികാരികൾ ഇതിന് കണ്ണ് ഇവരുടെ മുന്നിൽ തുറക്കണം കേട്ടോ. പാവങ്ങളാണ് കേട്ടോ. ഒരു മുകളിലൊരു കോൺക്രീറ്റ് മാത്രം ചെയ്തു കൊടുത്താൽ മതി. തറയിട്ടില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. അവർ താമസിച്ചോളും. വളരെ ദയനീയമാണ് അവരുടെയൊക്കെ അവസ്ഥ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുപോലുള്ള വിഷയങ്ങൾ കാണാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പം മറ്റുള്ളവരിലേക്ക് ഇതുപോലുള്ള ന്യൂസുകൾ നമ്മൾ എത്തിക്കും. ഇനിയിപ്പം നമ്മൾ ലൈവായിട്ട് നിൽക്കും. കുറച്ച് ദിവസം നമ്മൾ ഇത്തിരി തിരക്കായി പോയതുകൊണ്ടാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത ഘട്ടങ്ങളിലൊക്കെ കറക്റ്റാ പൈസ കിട്ടിയാൽ നിങ്ങൾ ചെയ്ത് തീർക്കോ, പണി ചെയ്ത് തീർക്കോ? കിടക്കുന്നിടം നനഞ്ഞ് തീർക്കും. ഞങ്ങൾക്ക് കിടക്കാൻ ഒരിടം വേണം. കിടക്കാനായിട്ട് നനയാതെ കിടക്കാൻ ഒരിടം. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ എല്ലാവരോടും പറഞ്ഞോ ഈ കാര്യം? മെമ്പർ ഈ വീട് പണിയാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. വന്ന് നോക്കും എടുക്കും ഒന്നും ചെയ്തിട്ടേ ഇല്ല. ഇത്ര നാളായിട്ട് വന്നിട്ടേ ഇല്ല. ഇത് പണി പൂർത്തിയാക്കി തരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് കാശ് വരുമ്പോൾ നിങ്ങൾ ചെയ്തോളൂ എന്നുള്ളതല്ലാതെ ഇത് പണി പൂർത്തിയാക്കി തരേണ്ട ഉത്തരവാദിത്വം മെമ്പർക്കില്ലേ? മെമ്പർ ഒരു പ്രാവശ്യം പോലും വന്ന് ഇവിടെ നോക്കിയിട്ട് പോലും ഇല്ല. ഇത് പണിയാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ദിവസം പോലും വന്ന് നോക്കിയിട്ടില്ല. 2-3 പ്രാവശ്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ബാക്കി പൈസ ശരിയാക്കി തരുമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് കണ്ടിട്ടില്ല അവർ. മെമ്പർ വരും. മെമ്പറുടെയൊക്കെ ശ്രദ്ധയിൽ നമുക്കിത് പെടുത്താം. മെമ്പർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്കിത് മെമ്പറുടെ ശ്രദ്ധയിൽ പെടുത്താം. നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താം. മെമ്പറുടെ പറഞ്ഞാലും ഇത് സർക്കാർ അനുവദിക്കാത്ത കാശാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? ലൈഫ് മിഷൻ്റെ പൈസയാണോ? ലൈഫ് മിഷൻ്റെയാണ്. അപ്പോൾ എന്തായാലും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് വരണം. ഇത് സർക്കാരിനെ അറിയിക്കാനുള്ളൊരു സംവിധാനം ചെയ്യണം. കാരണം ഇതിങ്ങനെ ഇട്ടിരുന്നാലും പറ്റത്തില്ലല്ലോ. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇട്ടിരുന്നാൽ ഈ കട്ടളയൊക്കെ എനിക്ക് തോന്നുന്നു നനഞ്ഞ് ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് ഇടണം കേട്ടോ. ഈ കട്ടളയൊക്കെ ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് ഒക്കെ ഇടണം. ഈ കട്ടള പോയി കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപയാണ് ഈ 5 കട്ടളയും 5-8 ജനലും നമ്മൾ കൊണ്ട് വാങ്ങിക്കുന്ന തുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോളണം. അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ വീട്ടിൻ്റെ കാര്യത്തിൽ തൊട്ടാ പൈസയാണ്. ഇപ്പം തന്നെ ഈ തൊട്ടടുത്തൊന്നും വഴിയില്ല, വഴി സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇവർ താമസിക്കുന്ന കുടിലാണ് കേട്ടോ. ആ കാണുന്ന കുടിൽ നമുക്ക് പിന്നീട് വരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അങ്ങനത്തുള്ളൊരു കുടിലാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇപ്പോൾ അതുകൊണ്ട് ഇതിലുള്ള ഒരു ഉപകരണങ്ങളും നശിക്കാതെ നിങ്ങൾ നോക്കണം. സർക്കാർ നിങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ തരാൻ പോകുമ്പോൾ നിങ്ങൾ ഇതൊന്നും നശിക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ കിട്ടിയാൽ നിങ്ങൾ പണി പൂർത്തിയാക്കുമല്ല? പണി പൂർത്തിയാക്കും. എന്നിട്ട് കൊച്ചുങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന്, വീടില്ലാത്തതുകൊണ്ടല്ലേ കൊച്ചുങ്ങൾ ഇവിടെ വരാത്തെ? മോളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ വീടിൻ്റെ പണി പൂർത്തിയായ മോളെ കൊണ്ടുവരുമോ? അങ്ങനെ മാറ്റിയത്. അപ്പോൾ ദയനീയമാണ് കേട്ടോ. എന്തായാലും ഇത് എല്ലാവരുടെയും കനിവുണ്ടാവണം. ഈ പാവപ്പെട്ട കുട്ടിക്ക് വീട് പണി പൂർത്തിയാക്കാൻ കഴിയണം. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള വാർത്തകളാണ് കൂടുതലും വിൻ്റർ ഹെവൻ ശരവണനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക, ഷെയർ ബട്ടൺ അമർത്തുക കേട്ടോ. അപ്പം നിങ്ങൾ ഈ കൊച്ചിന് വേണ്ടി വീട് കിട്ടാൻ വേണ്ടി എല്ലാവരും ഇതിനെ ഷെയർ ചെയ്ത് അധികാരികളുടെ കണ്ണിൽ എത്തുന്നത് വരെ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക, സഹായിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും വന്ന് കാണണം എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ പെരിങ്ങമല പഞ്ചായത്തിലാണ് വന്ന് കാണാം
കേട്ടോ. അന്വേഷിച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ കഴിയും. ഇത് ജെന്യുവൻ ആയിട്ടുള്ള തന്നെ പാവങ്ങളാണ്, തീരെ പാവങ്ങൾ കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കൊപ്പം ഉണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. വിൻ്റർ ഹെവന് വേണ്ടി CV ശരവണൻ. നന്ദി, നമസ്കാരം. വിൻ്റർ ഹെവൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വഴി ഇത് സംപ്രേഷണം ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതമാണ്. സമ്മതമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യും കേട്ടോ.